நெஞ்சுக்குள்ளே என்ன என்று சொன்னால் புரியுமா? அது கொஞ்சி கொஞ்சி பேசுதடி கண்ணில் தெரியுமா? ഉലകേ അറിഞ്ഞാലും എൻ്റെ അമ്മച്ചി മരിച്ചിനി പുട്ടായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് കേട്ടോ. ഒട്ടുക്കത്തെ ടേസ്റ്റാണ്. ഏതാണ്ട് ഞാനൊരു +2 തലത്തിൽ പഠിക്കുമ്പോൾ കഴിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ആരും എനിക്ക് മരിച്ചിനി പുട്ട് ഉണ്ടാക്കി തന്നിട്ടുമില്ല, ഞാനൊട്ടും ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഉണ്ടാക്കിയാലോ? അപ്പം കൂടെ വന്നാണ്. ഇപ്പോൾ രാത്രി ഒരു 9 മണിയായപ്പോഴാണ് എനിക്കിത് കൊതി ആയി തുടങ്ങിയത് കേട്ടോ. ഇന്ന് വാങ്ങിക്കൊണ്ട് വെച്ചത് ഞാനവിടെ നാളെ ഉണ്ടാക്കുന്നത്. അപ്പം കൊതി പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. കൊതി വന്നു കഴിഞ്ഞാൽ അങ്ങ് നടത്തി തരണമല്ലേ, നടത്തിയേക്കണമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ മരിച്ചിനി പുട്ട് ഉണ്ടാക്കാനായിട്ട് തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാവൊന്ന് പാകത്തിന് പുട്ടുപൊടി പോലെ ഒന്ന് നനച്ചെടുക്കുക. എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. വീണ്ടും 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 മരിച്ചിനി പുട്ട് കഴിക്കാനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ കുഴിമന്തിയും ഷവർമ്മയും സോറി കേട്ടോ, ഷവർമ്മയും ഒക്കെ അതിനൊക്കെ വെല്ലുന്ന ഒരു സാധനം തന്നെയാണ്. പണ്ടത്തെ കാലത്തെ അതേ ടേസ്റ്റ് ഇതിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് പണ്ടത്തെ കാലത്ത് ആ ഒരു മാവിൻ്റെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. എന്തായാലും മരിച്ചിനി പുട്ട് കഴിച്ചിട്ടേ പോകാം കേട്ടോ. തേങ്ങയുടെ വിലയൊക്കെ 100 രൂപയായിട്ടുണ്ട്. പക്ഷേ പുട്ടിനോട് എന്താ പറയാനാണ്, നീതി പുലർത്തുക കേട്ടോ. പുട്ടിന് തേങ്ങ ആവശ്യമാണ്. തേങ്ങ ഇല്ലെങ്കിൽ ടേസ്റ്റ് കാണില്ല. പ്രത്യേകിച്ച് നമ്മുടെ കപ്പപ്പുട്ടിനല്ലേ. കപ്പപ്പുട്ട് ആയിട്ടുണ്ട്. ഞാൻ ഇനി ടേസ്റ്റ് ചെയ്തോട്ടെ. നല്ല കട്ട തേയിലയും കപ്പപ്പുട്ട് കേട്ടോ. ഇതിനോടത്ത് പപ്പടമോ പഴമോ കറിയോ ഒന്നും വേണ്ടതേ, വെറുതെ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. നമ്മുടെ ഈ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിലും കപ്പപ്പുട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ഉള്ള സത്യം പറയാമെങ്കിൽ പണ്ട് കാലങ്ങളിൽ കഴിച്ച ആ ഒരു നൊസ്റ്റോളജിയിലോട്ട് പോകുന്നില്ല കേട്ടോ. അത് ഈ അമ്മച്ചിമാരൊക്കെ നമ്മുടെ അവരിലിട്ട് ഇടിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഉള്ള സത്യം പറയാം, അത്രത്തോളം ആയിട്ടില്ല. ഇതിന് അത്രത്തോളം ടേസ്റ്റ് ആയിട്ടില്ല. എന്തായാലും കൊള്ളാം. നമ്മുടെ ഒരു കൊതിക്ക് കഴിക്കാം എന്നേ ഉള്ളൂ കേട്ടോ. സൂപ്പർ. നല്ല ചൂടുണ്ട്. കൊതിയുള്ള മുളകും കൊണ്ട് വെള്ളമൊക്കെ കയറ്റി നാക്ക് പൊള്ളിക്കണ്ട. എന്തായാലും നല്ല ചൂടുണ്ട്. സൂപ്പർ കേട്ടോ. അപ്പോൾ പിന്നെ കപ്പപ്പുട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? കഴിക്കാൻ കൂടെ കൂടിയിട്ടുണ്ടോ? ഉണ്ടോ? നല്ല ഏർക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ പിന്നെ പുതിയ വിശേഷവും പുതിയ കാഴ്ചയും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയത്. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഞാൻ അമ്മേ ഇപ്പം തിളച്ചുള്ള ഇതിനകത്ത് വീണേനെ. എന്തായാലും ബാക്കിയുണ്ട്. ശരി, എന്നാൽ ഓക്കെ, ബൈ, സീ യു.